First topic is about the net non-performing asset. നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ലോൺ എടുത്താൽ ആ ലോണ് എല്ലാ മാസവും ഇത്ര പെർസെൻറ്റേജ് വെച്ച് അടച്ച് തീർക്കണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ലോൺ അടയ്ക്കുന്നതിന് കാലതാമസം വന്നാൽ, ഡിലേ വന്നാൽ, ഒരു മാസം അവർ ഓക്കെ എന്ന് പറയും, രണ്ടാമത്തെ മാസം അവർ ഓക്കെ എന്ന് പറയും, മൂന്നാമത്തെ മാസവും അവർ ഓക്കെ എന്ന് പറയും. അതായത് ഈ 3 മാസം ആകുമ്പോഴേക്കും, അതായത് ഏകദേശം 30+30+30 90 ഡേയ്സ് ആകുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത്? 90 ഡേയ്സ് ആകുമ്പോഴേക്കും ആ ലോണിനെ ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അതായത് പെർഫോമൻസ് ഇനി വരാൻ ചാൻസ് ഇല്ലാത്ത ഒരു ലോൺ ആയിട്ട് അത് മാറുന്നു എന്നാണ് ബാങ്കിന്റെ വിചാരം, അല്ലെങ്കിൽ ബാങ്കിന്റെ നിയമം. അപ്പൊ അങ്ങനെയുള്ള ആ നിയമത്തിന്, അല്ലെങ്കിൽ ആ നിയമത്തിനെ ബേസ് ചെയ്തിട്ട് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ നോൺ പെർഫോമിംഗ് അസറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദിസ് നോൺ പെർഫോമിംഗ് അസറ്റ്. അതിൽ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിമിഷവും ഓരോ ബാങ്കിലും എന്തായിരിക്കും? നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ നോൺ പെർഫോമൻസ് മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോൺ പെർഫോമൻസ് അസറ്റ് NPA ആയിരിക്കില്ല ഫെഡറൽ ബാങ്കിൻ്റെത്. സോ ഡിപ്പെൻസ്. ഓക്കെ, ഇവിടെ ന്യൂസിൽ എന്താണുള്ളത്? ബാങ്കിങ് സിസ്റ്റം ഹാസ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്സ്, GNPA. ഓക്കെ, GNPA റേഷ്യോയിൽ വ്യത്യാസം, ഇംപ്രൂവ്മെന്റ് വന്നു എന്നുള്ളത്. ഇത് ഒന്നുമില്ല, കുറെ അധികം കാര്യമായിട്ട് ബാങ്കുകൾ കൊടുത്ത ലോണിനെ തിരികെ പിടിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഓരോ മാസവും എത്തുമ്പോൾ എന്തായിരിക്കും? ഓരോരുത്തരെടുത്ത ലോൺ ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എടുത്ത ലോൺ അടയ്ക്കേണ്ടത് ഫെബ്രുവരി മാസമാണെങ്കിൽ വേറൊരാളെടുത്ത ലോൺ അടയ്ക്കുന്നത് മാർച്ച് മാസമായിരിക്കും. ഓരോ മാസവും ഓരോ ലോണുകൾ ചിലപ്പോൾ NPAയിലേക്ക് സ്ലിപ്പായി പോവാൻ, തെന്നിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് സ്ലിപ്പേജ് റേഷ്യോ എന്നും പറയുന്നത്. ബേസിക് കൺസെപ്റ്റ്സ് ആണ്. ഓക്കെ, സോ ഇവിടെ കുറച്ച് പെർസെൻറ്റേജ് അത് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാൽ. ഓക്കെ, സ്ലിപ്പേജ് റേഷ്യോ എന്നുള്ള പോയിന്റ്. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന ലോൺ കുറച്ചു കാലം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു രീതിയിൽ അടയ്ക്കാൻ പറ്റുന്നില്ലാത്തവരാണ്. ഉദാഹരണം പറഞ്ഞാൽ അഗ്രികൾച്ചർ ലോൺ എടുത്തു വിചാരിക്കാം. അഗ്രികൾച്ചർ ലോൺ ലോൺ എടുത്ത് പക്ഷെ പെട്ടെന്ന് ഒരു വെള്ളപ്പൊക്കം വന്ന് അഗ്രികൾച്ചർ എല്ലാം നശിച്ചുപോയി. അപ്പൊ അങ്ങനെ വരുന്ന ലോൺ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ് തന്നേക്കാം, ഇനി ആ കർഷകരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറയും. അതിനെയാണ് നമ്മൾ വേവ് ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ഓഫ് റേഷ്യോ എന്ന്. അപ്പൊ ഇത്രയും പോയിന്റ്സ് മാത്രമേ നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ളൂ. ദാറ്റ് ഈസ് ഒന്ന്, എന്താണ് നോൺ പെർഫോമിംഗ് അസറ്റ്, സ്ലിപ്പേജ് റേഷ്യോ, റൈറ്റ് ഓഫ് റേഷ്യോ. ഇനി നോൺ പെർഫോമിംഗ് അസറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇറ്റ് ആർ ദ ലോൺസ് ഓർ അഡ്വാൻസ് ദാറ്റ് ആർ ഇൻ ഡിഫോൾട്ട് ഓർ ഇൻ അരിയർ. ഉണ്ടോ? തിരിച്ചടയ്ക്കാൻ പറ്റാതെ കിടക്കും. ഓക്കെ, അപ്പൊ അവിടെ എന്തായിരിക്കണം? അപ്പൊ ആ കൊടുക്കേണ്ട മുതലും പലിശയും, പ്രിൻസിപ്പൽ ഓർ ദ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആർ ലേറ്റ് ഓർ മിസ്ഡ് എന്നുള്ളത്. ഇവിടെ എത്ര ഡേയ്സിനുള്ളിലായിരിക്കും അത്? പീരീഡ് ഓഫ് 90 days. ഇത്രയും പോയിന്റ്സ് നോൺ പെർഫോമിംഗ് അസറ്റിൽ ഓർത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, സോ ദിസ് വെരി വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്, നോൺ പെർഫോമിംഗ് അസറ്റ്. നെക്സ്റ്റ്, രാജ്യസഭ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്കറിയാം, ഇന്ത്യയില് പാർലമെന്റ് എന്നൊരു സാധനം ഉണ്ട്. ഒരു മിനിറ്റ്, യെസ്, പാർലമെന്റ് ഉണ്ട്. ഈ പാർലമെന്റില് 2 ഹൗസുകളുണ്ട്. We will call it as 2 houses. First one is ലോക്സഭ, next one is രാജ്യസഭ. രാജ്യസഭയ്ക്ക് മറ്റൊരു പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്. ലോക്സഭയ്ക്ക് ഹൗസ് ഓഫ് പീപ്പിൾ. അപ്പൊ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി, ജനങ്ങൾ ഡയറക്ട്ലി എലക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ ഇവിടെ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ്സ് നോമിനേറ്റ്സ്. അപ്പൊ ഇതിലെ രാജ്യസഭയിലേക്ക്, ഓക്കെ, രാജ്യസഭയിലേക്ക് നടക്കുന്ന എലക്ഷൻസ്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയ എലക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ നോമിനേറ്റ് ചെയ്ത, അല്ലെങ്കിൽ പാരലായിട്ട് ആൾക്കാർ, അപ്പൊ എന്നെ പോലെ നിങ്ങളെ പോലെ സാധാരണക്കാർ വോട്ട് ചെയ്തിട്ടല്ല. അപ്പൊ പാർലമെന്റിലെ ഈ 2 ഹൗസുകളെ നമ്മൾ വേറൊരു പേര് നമ്മൾ വിളിക്കുന്നുണ്ട്, ദാറ്റ് ഈസ് ബൈക്യാമറൽ സിസ്റ്റം. ഇത്രയും പോയിന്റ്സ് കൂടെ ഒന്ന് അഡീഷണലി ഓർത്ത് വെക്കുക. ഇവിടെ എന്താ ന്യൂസ് ഉള്ളത്?
ഇവിടെ ന്യൂസ് നമ്മൾ നോക്കിയാല് ഒരു രാജ്യത്ത് ഡെമോക്രസി അല്ലെങ്കിൽ നല്ലൊരു ജനാധിപത്യം ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ നടന്നിരിക്കണം. ആൻഡ് ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഒരു ബാലറ്റില് സീക്രട്ട് ആയിട്ട് വോട്ട് ചെയ്യണം. സീക്രസി ഓഫ് ദ ബാലറ്റ്. ഓക്കെ, അപ്പൊ രാജ്യസഭ ഇലക്ഷന്റെ പ്രത്യേകത എന്താ? രാജ്യസഭ ഇലക്ഷൻസ് ആർ യുണീക് ഇൻ ദാറ്റ് റെസ്പെക്ട് വെയർ വോട്ടിംഗ് ഈസ് നോട്ട് സീക്രട്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്താ പറയാ, ഓപ്പൺ ബാലറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ഡിഫറെന്റ് കൺസെപ്റ്റ്. അപ്പൊ MLA elect their state Rajya Sabha MPs and as the process stands now have to show the votes to their party's representative. കണ്ടോ? അപ്പൊ ഓരോ MLA മാര്, അതായത് നമ്മൾക്കിപ്പോ കേരളം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് MLA മാരുണ്ട്, കോൺഗ്രസ് പാർട്ടിക്ക് MLA മാർ. അപ്പൊ കോൺഗ്രസ് പാർട്ടിക്ക് ആര് രാജ്യസഭയിലേക്ക് വിടാൻ പറ്റും? ഒരു കോൺഗ്രസ്സുകാരനെ പിടിച്ച് രാജ്യസഭ MP ആയിട്ട് വിടാം. ആ സമയത്ത് ആ കോൺഗ്രസ്സുകാരനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യണം? നമ്മുടെ കേരളത്തിലെ മന്ത്രിസഭയിലുള്ള അല്ലെങ്കിൽ നിയമസഭയിലുള്ള കോൺഗ്രസിന്റെ MLA മാരുടെ സപ്പോർട്ട് വേണം. അപ്പൊ ആ MLA മാർ ആരെങ്കിലും കള്ളം മാറ്റി പറ്റിച്ചു കഴിഞ്ഞാൽ പ്രശ്നം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ആ സമയത്ത് വന്ന പരിപാടിക്കകത്ത് വന്ന എല്ലാവരും അവരാർക്കാണ് വോട്ട് ചെയ്തതെന്ന് കാണിക്കണം എന്നൊരു പോയിന്റ്. കണ്ടോ? ദ പ്രോസസ് സ്റ്റാൻഡ്സ് നൗ ഹാവ് ടു ഷോ ദ വോട്ട്സ് ടു ദെയർ പാർട്ടീസ് റെപ്രസെന്റേറ്റീവ്സ്. ഓക്കെ, അപ്പൊ ഇത് ഒരു നല്ലൊരു കൺസെപ്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചു. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കഥകളാണ്, നിങ്ങൾ വായിച്ചാൽ മാത്രം മതി. അപ്പൊ ഇത് ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. പക്ഷെ ഇതിൽ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് ചില സമയത്ത് ഈ MLA മാര് വന്നില്ലെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവർ പാർലമെന്റ് അല്ല നിയമസഭാ പരിപാടിയിൽ ഈ വോട്ട് നടക്കുന്ന സമയത്ത് മുങ്ങിക്കഴിഞ്ഞാൽ പ്രോബ്ലം ഉണ്ടാവും, ക്രൈസിസ് വരും. ഓക്കെ, അങ്ങനെ 1-2 കഥകളാണ് ഇതിൽ. കോൺഗ്രസ്സുകാർ തോറ്റുപോയതും സോണിയാഗാന്ധി ലോസ്റ്റ് ആയതും ഒക്കെ കുറച്ച് കഥകളുണ്ട്. അപ്പൊ എനിവേ നമ്മളെ സംബന്ധിച്ച് ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ഇവിടെ പാർലമെന്റിലെ രാജ്യസഭയില് ഓപ്പൺ ബാലറ്റ് ആണ്, സീക്രസി പ്രോ. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആൾക്കാർ കൃത്യമായി വന്ന് അവനവന്റെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ തോറ്റുപോകുന്നത് കൊണ്ട് ഒരു സൊല്യൂഷൻ നമ്മൾ ലോഞ്ച് ചെയ്തതാണ്. ഇവഞ്ച്വലി കെയിം ഫ്രം ദ എത്തിക്സ് കമ്മിറ്റി ഓഫ് രാജ്യസഭ. അങ്ങനെ പറ്റിക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ ഞാൻ നിങ്ങളെ വിശ്വസിച്ചിട്ട് മത്സരിക്കുമ്പോൾ നിങ്ങൾ എന്റെ പുറകിൽ നിന്ന് പാലം വലിക്കുവാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഒരു എത്തിക്സ് കമ്മിറ്റി, രാജ്യസഭയുടെ എത്തിക്സ് കമ്മിറ്റി കൊണ്ടുവന്നൊരു കൺസെപ്റ്റ് ആണ്. സെറ്റപ്പ് ഇൻ 1997 വാസ് ഹെഡഡ് ബൈ രാജ്യസഭ MP ആൻഡ് ദ ഫോറം മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റർ SB ചവാൻ. ഓക്കെ, ഒരു റിപ്പോർട്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നു. അപ്പൊ കൺസെപ്റ്റിന് പ്രകാരം കൃത്യമായിട്ട് ആൾക്കാര് ആർക്കൊക്കെയാണ് വോട്ട് ചെയ്തതെന്ന് കൃത്യമായിട്ട് പറയുന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് അടൽ ബിഹാരി വാജ്പേയിസ് ഗവൺമെന്റ് 2001 ആക്ടഡ് ഓൺ ദ സജഷൻസ്. അന്നത്തെ നിയമമന്ത്രി അരുൺ ജെയ്റ്റ്ലി at the time introduced a bill in parliament to amend the law related to the Rajya Sabha elections with an open voting system. Okay, so that's a highlight. അപ്പൊ ഇപ്പൊ നമുക്ക് നിലവില് രാജ്യസഭയില് ഓപ്പൺ ബാലറ്റ് സംവിധാനം ഇതൂടെ ഓർത്ത് വെച്ചോളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ. അപ്പൊ നമുക്ക് വേണേൽ ചോദിക്കാം, അതപ്പോ ഓപ്പൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ കളത്തിലുണ്ടാവില്ല എന്നൊക്കെ. ഇല്ല, കൃത്യമായിട്ട് 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ 10 പേര് ആർക്കാ വോട്ട് ചെയ്തതെന്ന് കൃത്യമായിട്ട് അപ്പം മനസ്സിലാവുകയും ചെയ്യും. Okay, so that is about the second important topic. രാജ്യസഭയുടെ election process എങ്ങനെയാണ് പോവാ? ഓപ്പൺ ബാലറ്റ്. മറ്റേതോ NPA. ഇപ്പൊ 2 കൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലായിട്ടുണ്ടോ? മൂന്നാമത്തെ കൺസെപ്റ്റിലേക്ക് വരാം. ഇറ്റ്സ് അബൌട്ട് എ പേഴ്സണാലിറ്റി, അല്ലൂരി സീതാരാമരാജു. എനിവേ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവണം, ഫ്രീഡം ഫൈറ്റർ ആണ്. ഓക്കെ, സോ എന്തിന് റീസെന്റ് പേര് വന്നു വെച്ചാൽ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ 125th ബർത്ത്ഡേ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നതിന് ഭാഗമായിട്ട് അനൗൺസ്മെന്റ് വന്നു. ഓക്കെ, അപ്പൊ അല്ലൂരി സീതാരാമരാജു ശരിക്കും ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ റിലേറ്റഡ് ആയിട്ട് ഒരു ഫ്രീഡം ഫൈറ്റർ ആണ്. ഇന്ത്യൻ റവല്യൂഷണറി ആണ്. ഓക്കെ, കൊളോണിയൽ റൂളിനെതിരെ, ബ്രിട്ടീഷ് റൂളിനെതിരെ പ്രവർത്തിച്ചെന്നുള്ളതാണ് ഒരു ഹൈലൈറ്റ്. ഓക്കെ, അപ്പൊ ഇതില് സീതാരാമരാജു അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗാന്ധിജി, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്സ്. ഓക്കെ, അപ്പോ അന്നത്തെ കാലത്ത് ചെറിയ ആദിവാസി മേഖലയിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ഫ്രീഡം സ്ട്രഗിൾ നടത്തിയ ഒരു വ്യക്തിയാണ് അല്ലൂരി സീതാരാമരാജു. So Adivasi areas in the Eastern Ghats, I started to work for the Adivasi who are living in the
living in abject poverty and being fleeced by the police, forest and revenue officials in forest area. അത് മന്യം എന്നാണ് അവർ പറയാം. അപ്പം വെസ്റ്റേൺ ഗാർഡ്സ് ഉണ്ട്, നമുക്ക് ഈസ്റ്റേൺ ഗാർഡ്സ്. അപ്പൊ ഈസ്റ്റേൺ ഗാർഡ്സ് പ്രൊവിൻസിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദിവാസി സമൂഹത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള പവർഫുൾ നേതാവാണ് അല്ലൂരി സീതാരാമരാജു രാമരാജു. അപ്പൊ ഇതില് കുറച്ച് ഫ്രീഡം മൂവ്മെന്റ്സ് ഉണ്ട്. അപ്പൊ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാര് ആ സമയത്ത് 1882 മദ്രാസ് ഫോറസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെ ഈ ഒരു ആക്ട് വരുന്നതിന് പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, ആക്ട് വന്നു കഴിഞ്ഞാൽ കാടിന്റെ അകത്തൂടെ ആദിവാസികൾക്ക് അവർ വേട്ടയാടാനോ അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റാറ്റ് സംരക്ഷിക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രോബ്ലം വന്നു. അത് മാത്രമല്ല, ഈ നിയമം വന്നപ്പോൾ പ്രിവെന്റഡ് ദം ഫ്രം പ്രാക്ടീസിങ് ട്രഡീഷണൽ ഫോം ഓഫ് അഗ്രികൾച്ചർ നോൺ ആസ് പൊഡു. പൊഡു എന്ന് പറഞ്ഞ ഒരു മെത്തേഡ്, നമ്മൾ ഈ കൃഷി ചെയ്യുന്ന ഒരു പല പല മെത്തേഡ്സ് പോലെ പൊഡു എന്ന് പറഞ്ഞ അഗ്രികൾച്ചർ മെത്തേഡ് ഇവര് ബാൻ ചെയ്തുകൊണ്ട് ഈ ഒരു മദ്രാസ് ആക്ട്, സ്വാഭാവികമായിട്ടും ആ പർട്ടിക്കുലർ ട്രൈബൽ വിഭാഗത്തിന് അത് ബുദ്ധിമുട്ടാകുകയും അവര് സമരം നടത്തുകയും ചെയ്തു. അപ്പം 1922 അല്ലൂരി ലോഞ്ച് ദ റംപ റിബല്യൻ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്. Okay, along with 500 tribals, attacked the police station at Chindapalli, Krishna Devi Peta, and Rajavommangi, and walked away with 26 rifles and 2000. നിങ്ങൾ RRR എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. RRR എന്നുള്ള സിനിമയില് ശരിക്കും അത് ആ സിനിമയിലുള്ള രണ്ട് വ്യക്തികൾ രണ്ട് കാലഘട്ടങ്ങളിലാണെങ്കിലും സിനിമയിൽ അതിനെ കോഡിഫൈ ചെയ്തിട്ടുണ്ട്. So the concept of this movie is borrowed from one of these struggles, freedom struggles. ഇതൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, സോ റെസ്റ്റ് ഓഫ് ദി സ്റ്റോറി യു ക്യാൻ റീഡ് ഇറ്റ്. അപ്പൊ ഏതൊക്കെയാണ്? അല്ലൂരി സീതാരാമരാജു. അടുത്തത് നമ്മുടെ ഫ്ലോട്ടിംഗ് സോളാർ പ്ലാനറ്റ്. ഈ സോളാർ പാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും ഒന്ന് മനസ്സിൽ വിഷ്വലൈസ് ചെയ്താൽ. ഈ സോളാർ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൂര്യനിലേക്ക് നമ്മൾ തിരിച്ചു വെക്കുന്ന ഒരു പാനല്. ആ പാനലിൽ സൂര്യപ്രകാശം വന്ന് വീഴുമ്പോൾ ആ പാനലിൽ കെമിക്കൽ റിയാക്ഷൻസിന്റെ ഭാഗമായി പുറത്തേക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ DC to AC കൺവേർട്ടർ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോസസ് നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളതാണ്, എല്ലാ വീടുകളിലും പോലും ഇപ്പോൾ ഉണ്ട്. എന്നാൽ ഈ സോളാർ പാനല് ഒരു ഞാൻ എക്സാമ്പിൾ പറഞ്ഞ നർമ്മദ എന്നൊരു നദി, വലിയൊരു റിവർ ആണെന്ന് വിചാരിക്കുക. എല്ലാവരും വിഷ്വലൈസ് ചെയ്യുക. നർമ്മദ എന്നൊരു വലിയ റിവർ. ആ റിവറിന്റെ നേരെ അക്രോസ് കുറുകെ നമ്മളൊരു സോളാർ പാനൽ വെക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ ഈ സോളാർ പാനലില് എന്താ പറ്റുക? സൂര്യപ്രകാശം ഇങ്ങനെ വന്ന് അടിക്കുക. അപ്പൊ സോളാർ പാനൽ എപ്പോഴും ചൂടായിക്കൊണ്ടിരിക്കും. അപ്പൊ അടിയിലൂടെ നർമ്മദ റിവർ ഒഴുകി പോകുന്നത് കൊണ്ട്, ഈ വെള്ളത്തിന്റെ ഒഴുക്കുണ്ടായത് കൊണ്ട്, ഒരു തണുപ്പുണ്ടായത് കൊണ്ട് സോളാർ പാനല് അധികം ചൂടാവത്തില്ല. അപ്പൊ അങ്ങനെ അധികം ചൂടാവാത്ത സോളാർ പാനലിന്റെ ഗുണം എന്തായിരിക്കും? അതിന്റെ കുറച്ചു കാലം കൂടെ ലൈഫ് കിട്ടും. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, ഫ്ലോട്ടിംഗ് സോളാർ പാനൽ എന്തിനായിരിക്കും ഉണ്ടാവും. ഓക്കെ, അപ്പം ഇത് തെലങ്കാനയിലെ രാമഗുണ്ടം ഇൻ തെലങ്കാനാസ് പേടപ്പള്ളി ഡിസ്ട്രിക്ട് നമ്മൾ ലോഞ്ച് ചെയ്തു. കുറെ എണ്ണം വന്നിട്ടുണ്ട്. ഇപ്പൊ നർമ്മദയിലുണ്ട്, കൃഷ്ണ റിവറിലുണ്ട്, എല്ലാ റിവറിലും ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. 100 മെഗാവാട്ട് ഫ്ലോട്ടിംഗ് പവർ ഫോട്ടോ വോൾട്ടിക് പ്രോജക്റ്റ് ആണ് കമ്മീഷൻ ചെയ്തത്. ഇത് ആരാണ് കമ്മീഷൻ ചെയ്യുന്നത്? ഇത് ആരാണ് തുടങ്ങി കൊടുക്കുക? നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പ്ലാന്റുകളെ തുറന്ന് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കമ്മീഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ കമ്മീഷൻ ചെയ്തു. അപ്പൊ എന്താണ് സോളാർ? ഫ്ലോട്ടിംഗ് സോളാർ. ഫ്ലോട്ടിംഗ് പവർ ഈസ് സോളാർ ഫാംസ്, അല്ലെങ്കിൽ സോളാർ പാടം എന്നും പറയട്ടോ. Can either be ground mounted or set up on the surface of water bodies. ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഓക്കെ, അപ്പം ഈ സോളാർ പാനൽ ഇങ്ങനെ അടുപ്പിച്ച് കുറെ ദൂരം വെക്കുവാണെങ്കിലാണ് നമുക്ക് ഒത്തിരി പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ വെള്ളത്തിന്റെ മുകളിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും അണ്ടർ വാട്ടർ വെള്ളം ഒഴുകി പോകുമ്പോൾ ദാറ്റ് ഹെൽപ്സ് ദം ടു കീപ് കൂൾ. ഓക്കെ, രണ്ട് ഗുണം കൂടെ ഉണ്ട്. കാരണം ഈ റിവറിലെ വെള്ളം എവാപ്പറേറ്റ് ചെയ്ത് മുകളിലോട്ടും പോകുന്നില്ല. അപ്പം ഇതുകൊണ്ട് ഗുണം എന്താന്ന് വെച്ചാൽ പുഴയിലെ വെള്ളം മുകളിലോട്ട് പോയി വേസ്റ്റ്, എന്താ നീരാവിയായി വേസ്റ്റ് ആവുകയില്ല. എന്നാൽ സോളാർ പാനല് കൂളാകുന്നത് കൊണ്ട് അതിന് ലൈഫ് കൂടുതൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് വൈ ദിസ് കൺസെപ്റ്റ് ഉണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള സോളാർ പാനൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്ന? ഹൈ ഡെൻസിറ്റി പോളിത്തീൻ മെറ്റീരിയൽ ആണ്.
അത് ഉപയോഗിച്ചാണ്. അപ്പൊ എന്താ, വെള്ളത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവാതെ നമ്മൾ ഇത് തൂക്കിയിടും. ഓക്കെ, അപ്പം ഈ ഒരു PDF ഷീറ്റില് നമുക്ക് നോക്കാനുള്ളത് 4 കാര്യങ്ങളുണ്ട്. ഒന്നുകൂടെ ഞാൻ ആയിരുന്നിട്ട് വരാം. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ദ നോൺ പെർഫോമിംഗ് അസെറ്റ്. അതില് സ്ലിപ്പേജ് എന്താ, റൈറ്റ് ഓഫ് എന്താ എന്ന് ഓർത്ത് വെക്കുക. എത്ര ദിവസത്തിനുള്ളിലാണ് NPA ആവാന്നും പറഞ്ഞത്. അടുത്തതില് രാജ്യസഭയാണ്. രാജ്യസഭയിലെ ഡീറ്റെയിൽസ് നോക്കുക. ബൈ ക്യാമറ സിസ്റ്റം എന്താണ്, 2 ഹൗസ് ഉണ്ട്, ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്. അപ്പൊ പണ്ടൊക്കെ രാജ്യസഭയിലെ ഇലക്ഷന് ഓപ്പൺ അല്ലായിരുന്നു, സീക്രട്ട് ബാലറ്റ് ആയിരുന്നു. എന്നാൽ അത് ഓപ്പൺ ആക്കുന്നതിനെ കുറിച്ച് ഒരു സജഷൻ വരികയും ആ സജഷന്റെ ഭാഗമായിട്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് അരുൺ ജെയ്റ്റ്ലി നിയമം കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ ന്യൂസ്. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ്, നമ്മളൊരു ഫ്രീഡം ഫൈറ്റർ പേഴ്സണാലിറ്റിയെ കുറിച്ചാണ് നോക്കിയത്, അല്ലൂരി സീതാരാമരാജു. ദെൻ സോളാർ പാനല്, അത് ഫ്ലോട്ടിംഗ് ടൈപ്പ്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ ഈ ഷീറ്റില് ഓർത്തു. ഓക്കെ, അപ്പൊ ഞാനിന്ന് ഇപ്പൊ പറഞ്ഞ നോട്ടില് പറഞ്ഞ പോയിന്റ്സിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അൽഫോൺസ? ഇല്ല സാർ. യെസ്, മേരി? മേരി ജോ? ഓക്കെ, ഹിമ? ക്ലിയർ ആണ് സാർ. ശ്രീലക്ഷ്മി? ക്ലിയർ ആണ് സാർ. അഞ്ജലി? സാർ മനസ്സിലായി. അനീഷ്? സാർ ക്ലിയർ ആണ്. സൗമ്യ? ക്ലിയർ ആണ് സാർ. ലെറ്റ്സ് സ്റ്റാർട്ട്. അടുത്തതിലേക്ക് പോവാം. One more. I will move to the next slide. ഇസ, സ്ക്രീൻ കാണാൻ പറ്റുമോ? ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിക്കാമോ? കാണാം സാർ. എന്താ എഴുതിയേക്കണേ? ന്യൂ പാത്വേ ടു റെഗുലേറ്റ്. Okay. I will read it again. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. നൈട്രേറ്റ് അബ്സോർപ്ഷൻ ഇൻ പ്ലാന്റ്സ്. നമ്മളൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഈ എന്റെ കുഞ്ഞുനാളില് വീടിനടുത്തുള്ള പാടം ഒക്കെ നെൽകൃഷി ഉണ്ടാവും. അപ്പൊ നെൽകൃഷി കഴിഞ്ഞിട്ട് നെല്ല് കൊയ്തൊക്കെ എടുത്ത ശേഷം ഈ പാടം മീൻസ് പാടി ഫീൽഡില് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവര് പയറെന്നൊരു സാധനമുണ്ട്, ചെറിയ വള്ളിപ്പയർ പോലത്തെ പയറ്, ചെറിയ പയറിന്റെ ചെടിയുണ്ട്, അത് നടും. എന്നിട്ട് ആ നട്ട് കഴിയുമ്പോ, ഒരു മിനിറ്റ്, അപ്പൊ ഇത് നട്ട് കഴിയുമ്പോ എന്താ ഗുണം എന്ന് വെച്ചാല്, ഈ പയറുചെടികൾ ചീഞ്ഞ്, അല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ചീഞ്ഞു പോകും. അപ്പൊ ചീഞ്ഞു കഴിയുമ്പോൾ എന്ത് പറ്റും, ഇതേ മണ്ണിൽ തന്നെ അത് അലിഞ്ഞു ചേരും. അപ്പൊ എന്തിനാണ് ഈ പയറ് ഇടകൃഷി എന്ന് പറയുന്നത്? ഇടകൃഷി എന്താ നടന്നതെന്ന് വെച്ചാല്, ഈ നെല്ലെന്ന് പറയുന്ന ചെടിയുടെ പ്രത്യേകത, നെൽച്ചെടിയുടെ വേര് സർഫസിൽ, നമ്മുടെ ഭൂമിയുടെ സർഫസിൽ അധികം താഴോട്ട് ഇറങ്ങി പോകത്തില്ല. അത് സർഫസിൽ തന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പൊ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മണ്ണിന്റെ ഔട്ടർ സർഫസിലുള്ള ഒട്ടുമിക്ക മിനറൽസ്, വിറ്റമിൻസ്, എല്ലാ സാധനങ്ങളെല്ലാം ഈ നമ്മുടെ നെൽച്ചെടി വലിച്ചെടുക്കും. അപ്പൊ ഒരു നെല്ലിന്റെ കൃഷി കഴിഞ്ഞിട്ട് ആ ഭൂമി ഒരു ആവശ്യത്തിനും കൊള്ളൂല. അതിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഫെർട്ടൈൽ പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് പരിഹരിക്കുന്നതിന് ഭാഗമായിട്ട് നെല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ നമ്മൾ പയർ നടും. ഈ പയർ എന്നുള്ള ചെടി നിങ്ങൾ കണ്ടിരുന്ന വഴിയില്ല, പിള്ളേരായതുകൊണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആ ചെടിയുടെ, ഇങ്ങനെ പയർച്ചെടിയാണെങ്കിൽ അതിന് വേരുകൾ ഉണ്ടാവും. ഈ വേരുകളെല്ലാം കുഞ്ഞു കുഞ്ഞു നൊഡ്യൂൾസ് ഉണ്ടാവും. നീ എവിടെയെങ്കിലുമൊക്കെ പയർ വേണമെങ്കിൽ പറിച്ചു നോക്കിയാൽ നൊഡ്യൂൾസ്. ഈ നൊഡ്യൂൾസിലെല്ലാം നൈട്രജൻ അല്ലെങ്കിൽ നൈട്രേറ്റ് കണ്ടന്റ് ഉണ്ടാവുന്ന പറയാം. ഈ രണ്ട് രീതിയിൽ നമ്മുടെ ഇപ്പം മണ്ണില്, ഇപ്പം ഞാനിവിടെ ഒരു കൃഷി ഇവിടെ നെല്ല് നട്ടേക്ക് വന്നിരിക്കും.
അപ്പൊ ഈ മണ്ണിലെ നൈട്രേറ്റിന്റെ അംശം അല്ലെങ്കിൽ അതിന്റെ പ്രസൻസ് തീരെ കുറഞ്ഞു പോകും ഈ നെൽകൃഷി ഉണ്ടായി കഴിയുമ്പോൾ. പിന്നെ ഇതിലേക്ക് നൈട്രേറ്റ് വരുന്നെങ്കിൽ രണ്ട് വഴിയുള്ള, ഒന്ന് ഈ പയറ് ചെടികൾ നടുക, അല്ലെങ്കിൽ രണ്ട് മിന്നലാണ്. മിന്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമിന്നലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ആകാശത്ത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ നൈട്രേറ്റ് ആയിട്ട് ആ മിന്നൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതായത് ആ ഇലക്ട്രിക് ഡിസ്ചാർജ് കാരണം. എന്നിട്ട് ആ ഇലക്ട്രിക് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന നൈട്രേറ്റ് മഴവെള്ളത്തിൽ മിക്സ് ആയി അത് താഴോട്ട് വീഴുമ്പോൾ ഈ മണ്ണിൽ വന്ന് വീഴും. ഇങ്ങനെ ഒരു പോസിബിലിറ്റി. അപ്പൊ ഇങ്ങനെ വീഴുന്ന നൈട്രേറ്റ് അല്ലെങ്കിൽ ആ വീഴുന്ന നൈട്രേറ്റിനെ അബ്സോർവ് ചെയ്യും എല്ലാ ചെടികളും. ഓക്കെ, സോ ഇതൊരു പോയിന്റ് ആണ്. അപ്പൊ ഈ അബ്സോർപ്ഷന്റെ പവർ അനുസരിച്ച് എങ്ങനെയാണോ ചെടി വലിച്ചെടുക്കുന്നത് അതനുസരിച്ച് ചെടികളുടെ റൂട്ടുകളെ നമുക്ക് മോണോകോട്ട് എന്നും ഡൈക്കോട്ട് എന്നും വിളിക്കാം. അതായത് അത് ഞാനിപ്പോ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ്. കാരണം നിങ്ങൾ ആ ഒരു നെൽക്കതിര് അല്ലെങ്കിൽ നെല്ലെന്ന് പറയുന്ന ആ ചെടിയുടെ അടിവശം നോക്കിയാൽ മനസ്സിലാവും, അതിലെ റൂട്ട് കുറെ നാര് പോലെ ഒരു ഫൈബ്രസ് പോലെ ഉണ്ടാവും, പരന്ന് മുടി പോലെ കിടക്കും. എന്നാൽ നിങ്ങൾ ഒരു കൊള്ളിന്ന് അല്ലെങ്കിൽ കപ്പ എന്ന് പറയുന്ന സാധനം നോക്കിക്കേ, കപ്പയുടെ വേര് ആ കപ്പ തന്നെയാണ്, അത്രയും നീളത്തില ഒറ്റ വേരാണ്. അതിനെയാണ് നമ്മൾ ഡൈക്കോട്ട് എന്ന് പറയുന്നത്. അപ്പൊ മൊണോക്കോട്ട് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫൈബ്രസ് അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് പോലെ നിറഞ്ഞു നിൽക്കുവാണെങ്കിൽ, ഡൈക്കോട്ട് എന്ന് പറഞ്ഞാല് അതിനെ വേറൊരു പേര് വിളിക്കും ടാപ്പ് റൂട്ട് എന്ന് പറയാം. ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് പോലെ ഷാർപ്പ് എഡ്ജ് ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാല്, റിസർച്ചേഴ്സ് ഹാസ് ഫൗണ്ട് എ ന്യൂ പാത്വേ ദാറ്റ് റെഗുലേറ്റ്സ് ദ നൈട്രേറ്റ് അബ്സോർപ്ഷൻ പ്ലാന്റ്സ്. അപ്പൊ അവരെങ്ങനെ അത് കണ്ടുപിടിച്ചെന്ന് വെച്ചാല്, ഈ മോണോക്കോട്ട് ചെടികളിലും ഡൈക്കോട്ട് ചെടികളിലും പ്ലാന്റ്സിലും ഇത് എങ്ങനെയാണ് വലിച്ചെടുക്കുന്നത് നോക്കിയിട്ട് ഒരു പുതിയ വഴി കണ്ടെത്തി എന്നുള്ളതാണ്. ഒരു ചെടി എത്രത്തോളം നൈട്രേറ്റിനെ ഉള്ളിലേക്ക് എടുക്കണം വേണ്ട എന്ന് ചെടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള മെത്തേഡ് കണ്ടുപിടിച്ചു. ദാറ്റ്സ് വൈ ദിസ് ഈസ് ഇൻ ദ ന്യൂസ്. അപ്പൊ അതൊരു ജനറ്റിക് ചേഞ്ച് ആണ്. That is gene MADS27 which regulate the nitrate absorption. Root development, stress tolerance is activated by the micro RNA MIR444. ഇതൊക്കെ എൻ്റെ ഒരു സയന്റിഫിക് ടേംസ് ആണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ട് വായിച്ചത്. അപ്പൊ ഇത്രയും ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഓർത്ത് വെക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ജനറ്റിക് മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് ഒരു ചെടി നൈട്രജന്റെ അളവ് എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യണ്ട എന്ന് പ്ലാൻ ചെയ്യാൻ നമുക്ക് പറ്റും. അതുവഴി ആ ചെടിയെ കൊണ്ട് കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാനും പറ്റും എന്നുള്ളതാണ് ഈ ന്യൂസിൽ ഒരു ഹൈലൈറ്റ് പറയുന്നത്. അപ്പം രണ്ടാമത്തെ സ്ലൈഡില് അല്ലെ രണ്ടാമത്തെ എന്റെ നോട്ടില് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് നൈട്രേറ്റും അതിന്റെ അബ്സോർപ്ഷനെ കുറിച്ചാണെന്നുള്ളത് ഓർമ്മ വേണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എക്കോ സെൻസിറ്റീവ് സോൺ. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഒരു തവണ നോക്കിയായിരുന്നു. വെസ്റ്റേൺ ഗാർഡ്സില് ഒരു കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. ആ കമ്മിറ്റി വെസ്റ്റേൺ ഗാർഡ്സിന്റെ പ്രൊട്ടക്ഷനെ കുറിച്ചൊക്കെ വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മെരിയ, ആ കമ്മിറ്റി ഏതാണെന്ന് അറിയാമോ? മെരിയ ഇവിടെ ഉണ്ടോ? മെരിയ, വെസ്റ്റേൺ ഗാർഡ്സിന്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് ഏതാ? മെരിയ ഇവിടെ ഇല്ലേ? വൈഷ്ണവി, വെസ്റ്റേൺ ഗാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഏത് കമ്മിറ്റിയാണെന്ന് അറിയാമോ? അറിയില്ല സാർ. ഓക്കെ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എനിബഡി? ഒറ്റ ഒരെണ്ണത്തിന് അറിയത്തില്ല. ലാസ്റ്റ് വീക്കിലെ ക്ലാസ്സിൽ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് വെസ്റ്റേൺ ഗാർഡ്സിലെ എക്കോ സെൻസിറ്റീവ് സോണിനെ കുറിച്ചും അതുവഴി കേരളത്തിൽ വെള്ളം പൊങ്ങിയ കഥയൊക്കെ ഞാൻ പറഞ്ഞതാ. പ്രീവിയസ് നോട്ട്സ് റിവൈസ് ചെയ്യാതെ സെഷൻസ് കേട്ട് മുന്നോട്ട് പോയാൽ ഒരു ഗുണവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകില്ല, വെറുതെ കഥ കേൾക്കാൻ മാത്രം. സോ ഞാൻ അയക്കുന്ന നോട്ട്സും ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന PDF നോട്ട്സും വായിച്ച് നിങ്ങളുടേതായ നോട്ട്സ് കണ്ടെത്താനുള്ള സമയം കണ്ടെത്തിയില്ലെങ്കിൽ വെറുതെ ഈ ക്ലാസ് കേട്ടിട്ടേ കാര്യം. ഓക്കെ, സോ നമുക്കറിയാം ദാറ്റ്സ് അബൌട്ട് ദ മാധവ ഗഡ്ഗിൽ കമ്മിറ്റി. ഗഡ്ഗിലാണ്.
ഓക്കെ, സോ എക്കണോമിക് സോൺ. അപ്പം നമ്മുടെ കേരളത്തിലെ അടക്കം വെസ്റ്റേൺ ഗാർഡ്സ് തീരപ്രദേശത്തിലുള്ള പ്രോബ്ലത്തെ കുറിച്ച്. അപ്പൊ ഇവിടെ എന്താണ് പ്രോബ്ലം? ഇവിടെ ഒരു ബഫർ സോൺ ആണ്, അതായത് വളരെ സെൻസിറ്റീവ് സോൺ, എക്കോ സെൻസിറ്റീവ് സോൺ. അങ്ങനെ ആ സ്ഥലത്തിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെയുള്ള ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. സുപ്രീം കോടതി അതിന് ഡയറക്ഷൻ കൊടുക്കുന്നുള്ളതാണ് ന്യൂസ്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ ഒരിക്കലും ഒരു ജഡ്ജ് അതിൽ തീരുമാനം എടുക്കില്ല. ഒന്നോ അതിലധികമോ ജഡ്ജിമാർ ഒരുമിച്ചായിരിക്കും തീരുമാനം എടുക്കുക. സോ ഈ കേസിൽ സുപ്രീം കോടതിയുടെ ഓർഡർ വന്നപ്പോൾ 3 ജഡ്ജ് ബെഞ്ച് ഓഫ് സുപ്രീം കോർട്ട് ഓർഡർ ചെയ്തു. എന്താ പറഞ്ഞേക്കണേ? നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആൻഡ് സച്ച് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ് മസ്റ്റ് ഹാവ് ആൻഡ് എക്കോളജിക്കൽ അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് സോൺ ഓഫ് മിനിമം 1 കിലോമീറ്റർ ഫ്രം ദർ ബൗണ്ടറീസ്. അങ്ങനെ വേണമെന്ന് നിയമമാണ്. സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിയമങ്ങളും ഗൈഡ് ലൈൻസും ഉണ്ടാക്കുന്നത് ഒരു മിനിസ്റ്ററിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് എൻവയറൺമെന്റ്, ഫോറസ്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച്. ഓക്കെ, MEFCC. ഇത് 2011. അപ്പൊ അങ്ങനെ വന്നപ്പോ സ്വാഭാവികമായിട്ടും ഈ സ്പെഷ്യൽ എക്കണോമിക് സോൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മാറി. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നത്? വെറുതെ ഇടപെട്ടതല്ല, ഒരാൾ പരാതിപ്പെട്ടു. അയാൾ എന്ത് പരാതിയെ കൊടുത്തേ? അയാൾ കൊടുത്തതാണ് PIL. PIL എന്ന് പറഞ്ഞാല് പൊതു താല്പര്യ ഹർജി, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. ആര് കൊടുത്തു? ബൈ TN ഗോവർമെന്റ്. ഓക്കെ, ഗോവർമെന്റ്, സോറി, എന്തത്? ഗോദവർമ്മൻ തിരുമുൽപ്പാട്. ഓക്കെ, അദ്ദേഹം കൊടുത്തതാണ്. അത് അദ്ദേഹം കൊടുത്തതിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതിയിൽ ഇടപെടുകയും ഈ ഒരു പ്രൊട്ടക്ഷനെ കുറിച്ച് തീരുമാനം എടുക്കുകയും ചെയ്യുന്നതാണ് ഗഡ്കൽ കമ്മിറ്റി. മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ആ കമ്മിറ്റി റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം വെസ്റ്റേൺ ഗാർഡ്സിലും ഒക്കെ ഒത്തിരി പാറ ഒക്കെ പൊട്ടിക്കുന്ന ക്വാറികൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വലിയ ഹൈവേകൾ പണിതാലോ ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അത് കാരണം ഇപ്പൊ നമ്മൾ 2018 വെള്ളം പൊങ്ങിയതിലും വലിയ ഭീകരമായിട്ടുള്ള നാച്ചുറൽ കലാമിറ്റീസ് കേരളത്തിൽ ഉടനടി ഉണ്ടാവും. വെരി ട്രൂ, സത്യമായ കാര്യം. ദാറ്റ്സ് ദ ഹൈലൈറ്റ്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ടോപ്പിക് പത്രത്തിൽ വരാൻ കാരണം എക്കോ സെൻസിറ്റീവ് സോൺ ESZ. ഓക്കെ, സോ ഈ നിയമങ്ങളെ കുറിച്ചൊക്കെ ഓർമ്മ. ഇവിടെ കുറച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേരളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 23 പ്രൊട്ടക്റ്റഡ് ഫോറസ്റ്റ്, അതില് 12 എണ്ണം വൈൽഡ് ലൈഫ് സാങ്ച്വറിയും 3 ബേർഡ് സാങ്ച്വറിയും 5 നാഷണൽ പാർക്കും 2 ടൈഗർ റിസർവ്സും. ഓക്കെ, അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചെറിയ കണക്ക്. അപ്പൊ ഈ കണക്കുകൾ ജസ്റ്റ് ഓർത്ത് നോക്കുക. പിന്നെ സ്ക്വയർ കിലോമീറ്റർ ഒക്കെ നിങ്ങൾക്ക് പറ്റുന്ന പോലെ പഠിച്ചു. അപ്പൊ ഈ എക്കണോമിക് അല്ലെങ്കിൽ എക്കോളജിക്കലി വളരെ സെൻസിറ്റീവ് ആയ സോണുകൾ പല പല കാറ്റഗറിയിൽ നമ്മൾ ഫിക്സ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇത് ഭയങ്കര ഫ്രജൈൽ, വളരെ സെൻസിറ്റീവ്. അവിടെ ഇപ്പൊ പോയി പടക്കം പൊട്ടിക്കാനോ ബോംബൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തകർന്ന് നശിച്ചു. ഓക്കെ, അപ്പൊ ഇത് മിനിസ്ട്രി, നമ്മൾ കുറച്ചു പറഞ്ഞ മിനിസ്ട്രി ഓഫ് എൻവയറൺമെന്റും ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ ബന്ധപ്പെട്ട് മിനിസ്ട്രി ഉണ്ട്. ഇവര് 1986 എൻവയറൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇതൊക്കെ ഈ നിയമമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ എക്കണോമിക് സോൺ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല? വലിയ മൈനിങ് പറ്റൂല, തടിമില്ലുകൾ പറ്റൂല, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ പറ്റൂല, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് പറ്റൂല, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്. ഒന്ന്, എക്കോ സെൻസിറ്റീവ് സോൺ. ഫസ്റ്റ് വൺ ഏതാണ്? നൈട്രേറ്റിനെ അബ്സോർബ് ചെയ്യുന്ന അളവുകൾ കൂട്ടാനും കുറയ്ക്കാനുമുള്ള മെത്തേഡ്സ്. 2, എക്കണോമിക് സോൺ, സോറി, എക്കോ സെൻസിറ്റീവ് സോൺ. മൂന്നാമത് നമുക്ക് പഠിക്കാനുള്ളത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ കുറിച്ച്, NIA. ഈ NIA എന്ന് പറയുന്ന സ്ഥാപനം ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങിയത്. സോ 2008 നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആക്ട് എന്ന രീതിയിലാണ് ഈ ഒരു സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. സെൻട്രൽ ഏജൻസിയാണ്. ഇവരാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും സുരക്ഷയും ബാധിക്കുന്ന തീവ്രവാദ വിഷയങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ട് സോൾവ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവർക്ക് അതിനുള്ള എല്ലാ നിയമങ്ങളും സംവിധാനങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവര് ചിലപ്പോൾ എന്തായിരിക്കും സ്മഗിൾ ചെയ്ത് ഇങ്ങോട്ട് വരുന്ന ടെറർ ആക്ടുകളും സ്മഗ്ലേഴ്സിനെയും ആംസ്, ഡ്രഗ്സ്, ഫേക്ക് കറൻസി, അല്ലെങ്കിൽ മറ്റേ ബോർഡറിലൂടെ ആൾക്കാർ ഇൻഫിൽട്രേറ്റ് ചെയ്ത നുഴഞ്ഞു കയറുക, ഇവരെയൊക്കെ പിടിക്കാനുള്ള അധികാരം. ഈ NIAയുടെ ഹെഡ് ക്വാർട്ടർ ഡൽഹിയിലും ബ്രാഞ്ചസ് ഒട്ടുമിക്ക ഇന്ത്യയുടെ സിറ്റികളിലും അവൈലബിൾ ആണ്.
ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വന്നത് എന്താന്ന് വെച്ചാല് 2026-11 നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, മുംബൈ ടെറർ അറ്റാക്ക്. ഓക്കെ, 26/11 ടെറർ അറ്റാക്ക് നവംബർ 2008. അന്ന് തൊട്ടാണ് നമ്മൾ ചിന്തിച്ചത് ഇങ്ങനെ ഒരു ഏജൻസി അത്യാവശ്യം. അങ്ങനെ ആ ചിന്തയുടെ ഭാഗമായിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആക്ട് വരുന്നു. അതിനുശേഷം ഡിസംബർ 31 സ്ഥാപനം റെഡിയാവും. എന്നിട്ട് 2009 തൊട്ട് അവർ സ്റ്റാർട്ടപ്പ് വർക്കിംഗ്. ഓക്കെ, സോ അവർ വളരെ കാര്യമായിട്ട് കാര്യങ്ങൾ ഇടപെടും. അവർക്ക് ഇടപെടാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ ഷെഡ്യൂൾ ഒഫൻസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസിൽ ഇടപെടാം, ആറ്റോമിക് എനർജിയിൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, ഹൈജാക്കിങ്, സപ്രഷൻ, അങ്ങനെ ഈ പറയുന്ന ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളിലും അവർക്ക് കാര്യമായി ഇടപെടും. ഓക്കെ, അപ്പൊ അവർക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു ഇന്ത്യയുടെ പരമാധികാരത്തിനെ സംബന്ധിക്കുന്ന ആയതുകൊണ്ട് ഇതുപോലെ എവിടെയും എങ്ങനെയും കയറി അവർക്ക് അന്വേഷണം നടത്താനുള്ള ചെറിയ പെർമിഷൻസും കാര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു. ഓക്കെ, സോ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ പോയിന്റ്സ് ഇവിടെ മനസ്സിലാക്കി വെക്കുക. ബാക്കി പാരഗ്രാഫ് നിങ്ങൾ വായിക്കും. അടുത്തത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പാണ്, അതായത് ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് മധ്യപ്രദേശിൽ. ഓക്കെ, മധ്യപ്രദേശിലെ ഗുണ ഡിസ്ട്രിക്ട്സിലെ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ട്രൈബൽ ഗ്രൂപ്പാണ് സഹാരിയ ട്രൈബ്സ്. ഓക്കെ, അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ഒരു സ്ഥലം കയ്യൊക്കെ ബന്ധപ്പെട്ട് ചെറിയ പ്രോബ്ലം നടക്കും. പത്രത്തിലൊരു ന്യൂസ്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ സഹാരിയ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വളരെ സെൻസിറ്റീവ് ഗ്രൂപ്പാണ്. അപ്പം അവരെ വളരെ, ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ട്രൈബൽ ഗ്രൂപ്പുകളെ നേരിട്ട് അവരെ സംരക്ഷിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ, വളരെ വൾണറബിൾ ഗ്രൂപ്പുകളെ നമ്മൾ PVTG എന്ന് വിളിക്കും, പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് അഥവാ PVTG. അപ്പം സഹരിയ എന്നൊക്കെ പറയുന്നതെല്ലാം എത്നിക് അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ഗ്രൂപ്പാണ് മധ്യപ്രദേശിലും രാജസ്ഥാന്റെ ചില പ്രദേശങ്ങളിലും. ഓക്കെ, അപ്പൊ അവര് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ PVTG-കളാണ്. ഓക്കെ, അപ്പൊ അവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് അവരുടേതായ ചില നിയമങ്ങളും ചില നാട്ടുകൂട്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു ഗവേണിംഗ് കൗൺസിൽ ഉണ്ടാവും, വിച്ച് ഇസ് ഹെഡഡ് ബൈ എ പട്ടേൽ. ഈ രാജസ്ഥാൻ മധ്യപ്രദേശ് സൈഡിൽ നിങ്ങൾ നോക്കിയാൽ ചില പട്ടേൽ എന്നുള്ള സമുദായം മേഖല. ഓക്കെ, അപ്പൊ ഇവര് ഈ ട്രൈബൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ കാട്ടിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നാട്ടിൽ കൊണ്ടുപോയി വിറ്റും അങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചു വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം മാത്രം ഓർത്തു വെച്ചാൽ. ഇനി ഞാൻ പറഞ്ഞ PVTG-കളുടെ പ്രത്യേകത, ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത് തന്നെ ദേബർ കമ്മീഷൻ എന്ന് പറഞ്ഞ 1973 ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷന്റെ ഭാഗമായിട്ടാണ് ആദ്യകാല മനുഷ്യർ എന്നുള്ള രീതിയിൽ പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ് എന്നൊരു സ്പെഷ്യൽ കാറ്റഗറി ഫോം ചെയ്യും. പ്രിമിറ്റീവ് ട്രൈബൽ ഗ്രൂപ്പ്. ഓക്കെ, പിന്നീട് 2006 അതിനെ കുറച്ചുകൂടെ പേര് മാറ്റിയിട്ട് PVTG എന്നാക്കി. അപ്പൊ ഇവർക്ക് എന്താ ബേസിക് സ്വഭാവങ്ങൾ? ദേ ആർ ഹോമോജീനിയസ്, ഒരേപോലെ, വിത്ത് സ്മോൾ പോപ്പുലേഷൻ, relatively physically isolated, absence of written language, relatively simple technology and slower rate of change, etc. ഒരു വളരെ സെൻസിറ്റീവ് മനുഷ്യരാണ്. മറ്റുള്ളവരുടെ പോലെ ചിന്തിക്കാനോ കഴിവോ നമ്മളെ പോലെയൊക്കെ കള്ളത്തരം ഒന്നും ഇല്ലാത്ത വളരെ ജെനുവിൻ പേഴ്സണാലിറ്റീസ്. അപ്പൊ അവരെ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റിന് ഉത്തരവാദിത്തമായതുകൊണ്ട് വി ആർ സെലക്ടഡ് എ നെയിം പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്നുള്ള പേര്. ഓക്കെ, സോ സഹരിയ ട്രൈബ്സിന്റെ പോയിന്റ്സും നമ്മൾ ഓർക്കും. ഇനി ന്യൂസിൽ 1-2 സ്ഥലങ്ങൾ, സോ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഈ ഉക്രൈൻ റഷ്യൻ പേരുകളായതുകൊണ്ട് റഷ്യൻ നെയിമാണ്, ദാറ്റ് ഈസ് ലിഷ്യാങ്ക്. ഓക്കെ, ഉക്രൈനിലാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഓർത്ത് വെച്ചാൽ മതി. ഇത് യുദ്ധസമയം ആയതുകൊണ്ട് ഉക്രൈൻ റഷ്യൻ യുദ്ധം ഉണ്ടായതുകൊണ്ട് ഒത്തിരി സ്ഥലങ്ങൾ ഇതുപോലെ റഷ്യൻ നെയിംസ് വരും. നമ്മളെ സംബന്ധിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ അത്രയും. ഓക്കെ, സോ സ്ലോവാനിയസ്ക്, ഓക്കെ, ആൻഡ് ഓൾസോ ബെൽഗോഡോഡ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ. Not important. Anyway, if you want to understand, you can read and understand. അപ്പൊ ഈ ഒരു ഷീറ്റില് എന്തൊക്കെ പോയിന്റ്സ് ആണ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഒന്ന്, നൈട്രേറ്റിന്റെ അബ്സോർപ്ഷൻ, അതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. 2, എക്കോ സെൻസിറ്റീവ് സോൺ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തേത് നമ്മൾ നോക്കിയത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻസ് ഏജൻസി, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാലാമത് നമ്മൾ നോക്കിയത് സഹരിയ ട്രൈബ്സ്, അതും ഇമ്പോർട്ടന്റ്. അതിൽ PVTG എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഇന്ന് നോക്കിക്കേ, 75 ലിസ്റ്റഡ് PVTG, ഹയസ്റ്റ് നമ്പേഴ്സ് ആർ ഫൗണ്ട് ഇൻ ഒഡീസ. ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ PVT. അപ്പൊ എക്സാമിന് വേണേൽ ചോദിക്കാം PVTGs ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഒറീസയിലാണ്, അല്ലെ ഒഡീഷയിലാണ്. പിന്നെയുള്ള പ്ലേസസ് ഇൻ ന്യൂസ് ആണ്, ആ നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് ഓർത്തു വെക്കണ്ട, യു ക്യാൻ സ്കിപ്പ്. ഓക്കെ,